അവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാറുണ്ട്. ചിലത് മണ്ണിലും ചിലത് വെള്ളത്തിലും മറ്റു ചിലത് മരത്തിലും തൻ്റെ വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്ത തരം ജീവികളുടെ വാസസ്ഥലം നിർമ്മിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളായ നമ്മളിൽ സാമൂഹിക നീതിയെക്കുറിച്ചും പ്രകൃതിയോടുള്ള അവയുടെ പൊരുത്തപ്പെടലിനെ പറ്റിയും നിർമ്മാണ ശാസ്ത്രത്തെപ്പറ്റിയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആദ്യ ദിവസം തന്നെ ഞങ്ങൾ നിരീക്ഷിച്ചത് ഉറുമ്പുകളെ കുറിച്ചായിരുന്നു. ഉറുമ്പുകൾ അതിസൂക്ഷ്മ സാമൂഹിക ജീവികളാണ്. ഉറുമ്പുകളുടെ സഹകരണവും സംഘാടന ശേഷിയും അതിശക്തമാണ്. ഉറുമ്പുകളുടെ വലുപ്പത്തിലും നിറത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഉറുമ്പുകൾ മണ്ണിനടിയിലോ മരത്തിൻ്റെ അടിയിലോ ഇല കൂട്ടിവെച്ചോ ഒക്കെയാണ് അവരുടെ കൂടുകൾ നിർമ്മിക്കാറുള്ളത്. ഉറുമ്പുകളുടെ ഘ്രാണശേഷി എടുത്തു പറയേണ്ട ഒന്നാണ്. ഓർക്കോ എന്ന പ്രോട്ടീൻ സാന്നിധ്യമാണ് കാരണം. രണ്ടാം ദിവസം ഞങ്ങൾ ചിലന്തികളെ പറ്റിയായിരുന്നു നിരീക്ഷിച്ചത്. ചിലന്തികളുടെ വാസസ്ഥലം പ്രകൃതിയിലെ നല്ല ശാസ്ത്രീയ നിർമ്മിതികളിൽ ഒന്നാണ്. അതിസൂക്ഷ്മമായതും ദൃഢവുമായ നൂൽ കൊണ്ടാണ് ഇവരുടെ വല നിർമ്മിക്കാറുള്ളത്. ചിലന്തി വല നിർമ്മിതിയിൽ നിന്ന് ചിലന്തികൾ നമ്മെ രാസശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം എന്നീ അടിസ്ഥാന ശാസ്ത്രങ്ങളുടെ തത്വം നമ്മളെ പഠിപ്പിക്കുന്നു. ചിലന്തികൾ വലയിലല്ലാതെ കരിയില കൂട്ടങ്ങളിലും കല്ലെടുക്കുകളിലും തൻ്റെ വാസസ്ഥലം ഒരുക്കുന്നു. ഇത് പരിസ്ഥിതിയോടുള്ള പൊരുത്തപ്പെടലിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇവ ഭക്ഷണമാക്കാറുള്ളത് ചെറിയ ചെറിയ ജീവികളെയും കീടങ്ങളെയുമാണ്. ഇതുമൂലം നമ്മുടെ പരിസ്ഥിതിയിലുള്ള കീടനിയന്ത്രണത്തിന് സഹായകരമാകുന്നു. മൂന്നാം ദിവസം ഞങ്ങൾ തേനീച്ചകളെ പറ്റിയായിരുന്നു നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. തേനീച്ചകൾ സമൂഹമായി ജീവിക്കുന്നവരായതിനാൽ കൂട്ടത്തോടെയാണ് കഴിയുന്നത്. തേനീച്ചകളുടെ ശരീരത്തിൽ വിഷസൂചിയും മെഴുകു ഗ്രന്ഥികളും ഉണ്ട്. ഇവ തന്നെ നിർമ്മിക്കുന്ന മെഴുകു അറകളിലാണ് തേനും പൂമ്പൊടിയും ഇവ സംഭരിക്കുന്നത്. മുട്ട, ലാർവ, പ്യൂപ്പ, തേനീച്ച ഇതാണ് തേനീച്ചകളുടെ ജീവചക്രം. തേനീച്ചകളിൽ നിന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന തേൻ പ്രകൃതിയുടെ വരദാനമാണ്. തേൻ വൈറ്റമിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഉറവിടമാണ്. അച്ചടക്കത്തോടെയുള്ള തേനീച്ചകളുടെ ദിനചര്യകൾ മനുഷ്യന് ഒരു നല്ല പാഠമാക്കാവുന്നതാണ്. നാലാം ദിവസം ഞങ്ങൾ വേട്ടാളനെ പറ്റിയായിരുന്നു നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അത്ഭുതകരമായ ശാസ്ത്രീയ രീതിയിൽ കൂടുകൾ നിർമ്മിക്കുന്ന ഒരു ജീവിയാണ് വേട്ടാളൻ. മണ്ണും വെള്ളവും ഉരുട്ടിയാണ് ഇവരുടെ കൂടുകൾ നിർമ്മിക്കുന്നത്. കാലാവസ്ഥ അനുസരിച്ചാണ് ഇവരുടെ വാസസ്ഥലം നിശ്ചയിക്കുന്നത്. മരത്തിൻ്റെ ചുവട്ടിലും മരക്കൊമ്പിലും മതിലിലുമാണ് ഇവരുടെ കൂടൊരുക്കാറുള്ളത്. കൂടുണ്ടാക്കി മുട്ടയിട്ട് അതിലുള്ള ആഹാരം അതിൽ വെച്ചതിന് ശേഷം ആ കൂട് പൂർണ്ണമായും അടച്ചു ഭദ്രമാക്കുന്നു. തുടർന്ന് അടുത്ത കൂട് നിർമ്മാണം ആരംഭിക്കുന്നു. പ്രകൃതിയിലെ സമതുല്യത്വം, ശാസ്ത്രീയ കൃത്യത പ്രതിഫലിപ്പിക്കുന്ന ഒരു സൃഷ്ടിയാണ് വേട്ടാളൻ. അഞ്ചാം ദിവസം ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രബ് പുഴുവിനെ പറ്റിയായിരുന്നു. ഗ്രബ് എന്നാൽ ഒരു പ്രത്യേകതരം കീടമൊന്നുമല്ല. ഇത് പലതരം വണ്ടുകളുടെ ലാർവ ഘട്ടത്തിലുള്ള ഒരു ജീവിയാണ്. ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള നനവുള്ള തണുത്ത മണ്ണാണ്. ഇവ ഭക്ഷണമാക്കാറുള്ളത് മണ്ണിനടിയിലുള്ള ജൈവ വസ്തുക്കളും ഇലകളുമാണ്. മണ്ണിനടിയിലുള്ള ഇവയുടെ കൂട് പ്രകൃതിയിലെ താപനിയന്ത്രണവും സംരക്ഷണവുമുള്ള ഒരു ജീവശാസ്ത്ര അത്ഭുതം തന്നെയാണ്. ആറാം ദിവസം ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ചിതൽ സമൂഹമായി ജീവിക്കുന്ന ഒരു ചെറു കീടമാണ്. ചിതലുകൾ രാത്രിയാണ് അവരുടെ ഭക്ഷണം തേടി പോകാറുള്ളത്. തൻ്റെ ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി ഇവ വലിയ കൂന പോലുള്ളതും ദൃഢവുമായ കൂടുകളാണ് നിർമ്മിക്കാറുള്ളത്. കൂടുകളിൽ താപനിയന്ത്രണം അനുസരിച്ചാണ് ഇവർ കൂടുകൾ നിർമ്മിക്കുന്നത്. ഇവരുടെ ചിതൽ മണ്ണ് ഔഷധ ഗുണമുള്ള ഒരു മണ്ണായി ആണ് കണക്കപ്പെടുന്നത്.